ഇനി പറയേണ്ടതൊക്കെ ആ വരുന്ന ആള് പറയും. ലല്ലു അതും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നാലെ എല്ലാവരും കാറിൽ ആരാ വന്നത് എന്ന ആകാംക്ഷയിൽ നോക്കി. കയറി വരുന്ന ആളെ കണ്ട് സച്ചിയുടെ ഉടലാകെ വിറപൂണ്ടു. ലല്ലു സച്ചിയെ നോക്കിയിട്ട് പീറ്ററിനൊപ്പം വരുന്നവനെ നോക്കി. പീറ്ററെ, ഇവനെ എവിടെ നിന്നാ നിനക്ക് കിട്ടിയത്? ആ വന്നവനെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നത് അവരുടെയൊക്കെ നോട്ടത്തിൽ നിന്ന് അവന് മനസ്സിലായി. എങ്കിലും അത് കാര്യമാക്കാതെ ലല്ലു പീറ്ററിനോട് ചോദിച്ചു. ഇവനെ നമ്മുടെ താജ് ഹോട്ടലിൽ നിന്നാണ് കിട്ടിയത്. ഇന്ന് രാവിലെ 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. പൊന്നുമോൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഹോട്ടൽ ഒരു ബിസിനസ് ഡീൽ കഴിഞ്ഞ് പോവാൻ തുടങ്ങുമായിരുന്നു. പീറ്റർ അവനെ പിടിച്ച് മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു. ലല്ലു, ആരാ ഇത്? ഹേമ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇത് ആരാണെന്ന്, എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന സച്ചിദാനന്ദന് അറിയുമായിരിക്കും. പറയ് സച്ചി, ആരാ ഇത്? അച്ഛനെ പേര് പറഞ്ഞു വിളിക്കുന്ന ലല്ലുവിനെ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി നോക്കി. സച്ചി മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി, ഒപ്പം പീറ്ററിന്റെ അടുത്ത് നിൽക്കുന്ന ആളെയും. സച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും, ഞാൻ പറയാം. ലല്ലു സച്ചിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ലല്ലു, അച്ഛന്റെ പേര് പറഞ്ഞാണോ വിളിക്കുന്നത്? മുത്തശ്ശൻ ചോദിച്ചു. പിന്നെ ഈ നിൽക്കുന്ന പണക്കൊതിയനെ ഞാൻ എന്താ വിളിക്കേണ്ടത്? എനിക്ക് ചിലത് പറയാനുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ സ്വന്തം മോനെ എന്താ വിളിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം. ലല്ലു ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തുടർന്നു. ഇത് അലോക് സായൻ, AS ഗ്രൂപ്പ് ചെയർമാൻ. ഇയാളെ ഇവിടെ ആർക്കും പരിചയം കാണില്ല. പക്ഷേ ഈ നിൽക്കുന്ന സച്ചിക്ക് ആളെ നല്ല പരിചയമുണ്ടാകും. അതിനൊരു കാരണമുണ്ടാകും. ലല്ലു അലോകിനെ നോക്കി പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്തേക്ക് പോയി. ഇയാളെ അറിയോ തനിക്ക്? സച്ചിയുടെ അടുത്ത് പോയി ചോദിച്ചു. ബാക്കി എല്ലാവരും അവരെ മാറി മാറി നോക്കുന്നുണ്ട്. എനിക്കറിയാം. സച്ചിയുടെ സ്വരം ഇടറിപ്പോയി. നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ പൊഴിയാൻ തുടങ്ങി. എങ്ങനെ അറിയാമെന്ന് ഞാൻ പറയാം. ഈ നിൽക്കുന്ന അലോകിന്റെ കമ്പനിയുമായി ഉണ്ടായ ബിസിനസ് ഡീൽ, ഒരു 5 കോടി രൂപയുടെ നഷ്ടം വന്നു. പിന്നെ അത് ലാഭത്തിനായി. ആ കാരണം കൊണ്ടാണ് എൻ്റെ തനു മരിച്ചത് എന്നാണ് നമുക്കൊക്കെ അറിയാവുന്നത്. പക്ഷേ അതല്ല സത്യം. ലല്ലു പറഞ്ഞു നിർത്തി. പിന്നെ അലോകിനെ പിടിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് നിർത്തി. പറയടാ, എന്താ അന്ന് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഈ വൃത്തികെട്ട മനുഷ്യൻ എൻ്റെ തനുവിനെ കൊണ്ട് വന്നപ്പോൾ ഉണ്ടായത്? ലല്ലു അവന്റെ കവിളിലിട്ട് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ സച്ചിയെ നോക്കി. പറയടാ പുല്ലേ, അതൊരു അലർച്ചയായിരുന്നു. എല്ലാവരും ഞെട്ടി. അത് അന്ന് ഞാൻ ആ ബിസിനസ് ഡീൽ ഒപ്പിട്ടത് തന്നെ ആ കുട്ടിയെ കണ്ടിട്ട് തന്നെയായിരുന്നു. ഇയാളോട് ഞാൻ അത് സൂചിപ്പിച്ചപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം രാത്രി അവനൊന്ന് നിർത്തി. പിന്നെ സച്ചിയെ നോക്കി. ബാക്കി പറയടോ. ലല്ലു അവന്റെ കവിളിൽ മുറുകെ പിടിച്ച് അലറി. ഒരു ദിവസം രാത്രി ഇയാൾ ആ കുട്ടിയെ ഹോട്ടലിൽ കൊണ്ടുവന്നു. അന്ന് അവിടെ വെച്ച് ഞാൻ എൻ്റെ ആഗ്രഹം അവളിൽ തീർത്തു. ഇയാൾ പറഞ്ഞു പുറത്ത് ആരും അറിയില്ലെന്ന്. അന്ന് രാത്രി തന്നെയാണ് ഞാൻ ആ 5 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തത്. അലോക് എല്ലാവരെയും നോക്കി പറഞ്ഞു. ലല്ലു ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കി. ഹേമ ദേഷ്യം കൊണ്ട് മുഖമെല്ലാം വലിഞ്ഞു മുറുകി നിൽപ്പുണ്ട്. പീറ്ററെ, ഇവനെ ആ സെക്യൂരിറ്റി റൂമിലിട്ട് പൂട്ടടോ. ഇവന്റെ അടങ്ങാത്ത ആഗ്രഹം ഞാനിന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പോട്ടെ, എന്നെ വിടൂ. അവൻ ലല്ലുവിനെ നോക്കി പറഞ്ഞു. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പീറ്ററെ, കൊണ്ടുപോടോ ഈ പന്ന മോനെ. അപ്പോഴേക്കും പീറ്റർ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ലല്ലു സച്ചിയുടെ ഷർട്ടിന് പിടിച്ച് മുത്തശ്ശന്റെ മുന്നിൽ നിർത്തി. ഈ നിൽക്കുന്നവനെ ഞാൻ എന്ത് വിളിക്കണം? മുത്തശ്ശൻ പറയും. ലല്ലു മുത്തശ്ശനെ നോക്കി ചോദിച്ചു. കാലിൽ കിടന്ന ചെരുപ്പൂരി മുഖമടച്ച് ഒരു അടിയായിരുന്നു. ഇതുപോലെ ഒരുത്തൻ ഈ വീട്ടിൽ ഇനി വേണ്ട. എൻ്റെ ആരോഗ്യം വെച്ച് ഇവനെ ഇപ്പോൾ തല്ലാനും കൊല്ലാനും എന്നെ കൊണ്ടാകില്ല. അതുകൊണ്ട് ഇവനെ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോ. മുത്തശ്ശൻ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. അച്ഛാ, സച്ചി വിളിച്ചു. വിളിക്കരുത്. എന്നെ അച്ഛനെന്നോ ഈ നിൽക്കുന്നവളെ അമ്മയെന്നോ വിളിക്കരുത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോണം. ഞാനോ ഇവളോ മരിച്ചു എന്നറിഞ്ഞാൽ പോലും നീ വരരുത്. മുത്തശ്ശൻ കടുപ്പിച്ചു പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് കൂടെ ആരെങ്കിലും ഒന്ന് കേൾക്ക്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും എൻ്റെ സച്ചി ദേഷ്യത്തിൽ പറഞ്ഞതിനു മുന്നേ ഹേമ അവന്റെ മുഖത്തേക്ക് താലി അഴിച്ച് എറിഞ്ഞു കൊടുത്തു. കഴിഞ്ഞ 32 വർഷമായി ഇത് അണിഞ്ഞ് നിങ്ങൾക്ക് ഒരാപത്തും വരരുത് എന്ന് പ്രാർത്ഥിച്ചു. ഇനിയില്ല. കൂടെ കഴിയുന്ന എന്നെ പോലും നിങ്ങൾ ചിലപ്പോൾ പണത്തിനു വേണ്ടി ആരുടെ മുന്നിലേക്കും ഇട്ടുകൊടുക്കുമെന്ന് ഇതോടെ മനസ്സിലായി. ഇനി എൻ്റെയോ എൻ്റെ മക്കളുടെയോ ജീവിതത്തിൽ നിങ്ങളില്ല. ഇടിച്ചു കയറി വന്നാൽ ഈ പ്രായത്തിൽ ജയിലിൽ കിടക്കാനും എനിക്ക് മടിയില്ല. ഹേമ ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി. ലല്ലു, ഇങ്ങേരെ ഇനി നടക്കരുത്. പിന്നെ നീ ഇയാളെ കൊന്നാൽ പോലും നിനക്ക് പകരം ഞാൻ ശിക്ഷ അനുഭവിക്കും. ലല്ലുവിനെ നോക്കി പറഞ്ഞ് അകത്തേക്ക് പോയി. മാളുവും മാലുവും സച്ചിയെ അറപ്പോടെ നോക്കി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും പീറ്റർ വന്നു. ലല്ലു അവനെ നോക്കി പുഞ്ചിരിച്ചു. കാര്യം മനസ്സിലായതുപോലെ സച്ചിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ലല്ലു, വേണ്ട. ഞാൻ നിന്റെ അച്ഛനാണ്. എന്നോട് ക്ഷമിക്കടാ.
അയാൾ പേടിയോടെ വിളിച്ചു പറഞ്ഞു. ലല്ലു അത് മൈൻഡ് ചെയ്യാതെ അവിടെ വെച്ചിരുന്ന പൊതിയും ഇരുമ്പ് വടിയും എടുത്ത് പിന്നാലെ പോയി. അവിടെ കൊണ്ട് അയാളെ തള്ളിയിട്ട് ഡോർ ലോക്ക് ചെയ്തു. പീറ്ററും ലല്ലുവും അലോകിനെയും സച്ചിയെയും നോക്കി. പീറ്റർ ലല്ലുവിന്റെ വിളി കേട്ടതും ഫയർ മെഷീൻ കൊണ്ടുവന്ന് അവന് നേരെ നീട്ടി. ലല്ലു കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി ചൂടാക്കി. സച്ചി പേടിയോടെ നോക്കി. അപ്പോ എന്റെ അച്ഛന് ഈ മോന്റെ സമ്മാനം വേണ്ടേ? ഞാൻ എന്റെ അച്ഛനെ എങ്ങനെ സ്നേഹിച്ചു എന്ന് അറിയാം നിങ്ങൾക്ക്. അതിന്റെ 100 ഇരട്ടി ഞാൻ എന്റെ തനുവിനെ സ്നേഹിച്ചു. ഒപ്പം എന്റെ കുഞ്ഞിനെ. ഒരുപാട് സ്വപ്നം കണ്ടു. മൃഗമായ എന്നെ മനുഷ്യനാക്കി മാറ്റിയ എന്റെ തനു, അവളെ കൊന്ന തന്നെ ഞാൻ എങ്ങനെയാണ് സമ്മാനം തന്ന് സന്തോഷിപ്പിക്കുന്നത് എന്ന് അറിയണ്ടേ? ചോദിച്ചു തീർന്നതും ആ ഇരുമ്പ് വടി കൊണ്ട് താറുമാറെ സച്ചിയെ തല്ലാൻ തുടങ്ങി. അവന്റെ അലർച്ച അവിടമാകെ മുഴങ്ങി. ലല്ലു വീണ്ടും വീണ്ടും തല്ലി. അയാൾ താഴെ വീണു. എന്നിട്ടും കലി തീരാതെ സച്ചി അയാളെ തല്ലി. ശരീരത്തിൽ അടികൊണ്ട് പൊട്ടിയ പാടുകൾ വീണു. ചില ഭാഗത്തൊക്കെ പൊള്ളി വീർത്തു. ലല്ലു വടി താഴെയിട്ടു. അപ്പോഴും സച്ചി വേദന കൊണ്ട് പുളഞ്ഞു വിളിച്ചു. ലല്ലു ആ പൊതി തുറന്നു. മുളക് പൊടിയും കുപ്പിച്ചില്ലും ചൊറിയണവും മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മിക്സ് സച്ചിയുടെ ദേഹത്തേക്ക് വാരി വിതറി. സച്ചിയെ എടുത്ത് ബെഡിലേക്ക് എറിഞ്ഞു. ലല്ലുവിന്റെ ദേഷ്യം ഉച്ചസ്ഥായിലായതുകൊണ്ട് തന്നെ അവൻ ബന്ധങ്ങൾക്ക് പുല്ലുവിലയായിരുന്നു അവിടെ നൽകിയത്. അലോക് ഇതൊക്കെ കണ്ടു പേടിയോടെ നിൽപ്പാണ്. ലല്ലു പീറ്ററിനെ നോക്കി. അവൻ അലോകിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നനാക്കി നിർത്തി ചൂടാക്കിയ ഇരുമ്പ് വടികൾ ലല്ലുവിനെ ഏൽപ്പിച്ചു. ലല്ലു ക്രൂരമായ ചിരിയോടെ അലോകിന്റെ അടുത്തേക്ക് പോയി. അവൻ കൈകൊണ്ട് അവന്റെ സ്വകാര്യഭാഗം മറയ്ക്കാൻ ശ്രമിച്ചു. ലല്ലു പുച്ഛത്തിൽ ചിരിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ, പ്ലീസ് ലീവ് മീ. ലല്ലുവിന്റെ ചെവിയിൽ അതൊന്നും എത്തിയില്ല. അവനിലെ അസുരൻ അപ്പോഴേക്കും ഉണർന്നിരുന്നു. ഇതുപോലെ നിന്റെ മുന്നിൽ കിടന്ന് എന്റെ തനു അപേക്ഷിച്ചു കാണില്ലേ? അവളെ വെറുതെ വിടാൻ കെഞ്ചി പറഞ്ഞില്ലേ? അത് നീ കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് നിനക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ? ലല്ലു വല്ലാത്ത ഒരു ഭാവത്തിൽ ചോദിച്ചു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ അറിയാതെ. അലോക് തൊഴുതു പറഞ്ഞു. ജന്മം തന്ന തന്ത എന്ന് പറയുന്ന ആ മോനെ ഞാൻ വെറുതെ വിട്ടില്ല. പിന്നെ നിന്നെയല്ലേ? നീ ഇതുള്ളത് കൊണ്ടല്ലേടാ പുല്ലേ ഓരോ പെണ്ണിനെയും തേടി പോകുന്നത്? ചോദിച്ചുകൊണ്ട് ആ ചൂടുവടി കൊണ്ട് ആഞ്ഞടിച്ചു. അലോകിന്റെ നിലവിളി അവിടെ മുഴങ്ങിക്കേട്ടു. ലല്ലു വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. അവസാനം അത് പീറ്ററിനെ ഏൽപ്പിച്ചു. ഇവൻ ഇനി നടക്കരുത്, എണീറ്റ് ആ പരുവത്തിലാക്കണം. അതും പറഞ്ഞ് ലല്ലു അവരെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് കാറിലേക്ക് കയറി എങ്ങോട്ടോ പോയി. തൃച്ചംബകം തറവാട്ടിലെ ഓരോ മൂലയിലും സച്ചിയുടെയും അലോകിന്റെയും വിളി മുഴങ്ങി കേട്ടു. ഹേമ മുറിയിൽ ചെവി പൊത്തി പിടിച്ചു പൊട്ടിക്കരഞ്ഞു. പോകെ പോകെ അവരുടെ ശബ്ദവും നിലച്ചു. രാവിലെ കല്ലു കോളേജിലെത്തുമ്പോൾ തന്നെ ഒരു സന്തോഷം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരുപാട് നാളിന് ശേഷം മനസ്സ് തുറന്ന് സന്തോഷിച്ചു. അല്ല കല്ലു, എന്താ നിന്റെ തീരുമാനം? നീ എന്തോ ഒരു തീരുമാനമെടുക്കുന്ന കാര്യം പറഞ്ഞു. ദേവു ചോദിച്ചു. മൂന്നും കൂടെ ബ്രേക്ക് ടൈം ആയപ്പോൾ വാകച്ചോട്ടിൽ വന്നതാണ്. കല്ലു ഒന്ന് പുഞ്ചിരിച്ചു. ആ മനുഷ്യന് എന്നോട് ഒരല്പം പോലും സ്നേഹമുള്ളതായി എനിക്ക് തോന്നിയില്ല. സഹതാപം കൊണ്ട് ഒരു ഇഷ്ടം ആ മനസ്സിലുണ്ട്. പക്ഷേ ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിന് അങ്ങനെ ഒരു സ്നേഹമോ ഇഷ്ടമോ അല്ല ആവശ്യം. മറിച്ച് അവളെ ഏത് സാഹചര്യത്തിലും കൈവിടാതെ പിടിച്ചു നിർത്തുന്ന ഒരു എന്താ പറയുക, അവളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു തൂണ്, ഒരു സ്ട്രോങ് പില്ലർ. അങ്ങനെ ഒരാളെയാണ് വേണ്ടത്. എനിക്ക് അയാളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് അറിയാം. ആള് വിവാഹം കഴിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ വൈഫ് മരിച്ചതാണെന്നോ പോലും അറിയാതെ തോന്നിയ ഇഷ്ടം. അതൊരിക്കലും ഒരു സഹതാപത്തിന്റെ പുറത്ത് ഉണ്ടായതല്ല. അങ്ങോട്ട് കൊടുക്കുന്ന ഇഷ്ടത്തിന്റെ സ്നേഹത്തിന്റെ പകുതി വേണ്ട ഒരംശം പോലും തിരിച്ചു തരാത്ത ഒരാളിനൊപ്പം തുടർന്ന് ജീവിച്ചു പോരാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഐ ഡിസൈഡ് മ്യൂച്വൽ ഡിവോഴ്സ്. നീ അന്ന് പറഞ്ഞതുപോലെ സ്വന്തം ലക്ഷ്യം മറന്ന് വികാരത്തിനു പിന്നാലെ പോയതാണ് ഞാൻ. അത് തിരുത്തണം. കാണുന്നവർ, കേൾക്കുന്നവർ, ചുറ്റുമുള്ളവർ അവരൊക്കെ എന്തു പറയുന്നുവെന്ന് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി. കല്ലു പറഞ്ഞു നിർത്തി. രണ്ടും വാ പൊളിച്ച് അവളെ നോക്കി ഇരിപ്പാണ്. കല്ലു, നീ ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാറായോ? സമ്മതിച്ചു മോളെ, നീ എടുക്കുന്ന തീരുമാനം തെറ്റാകാൻ ചാൻസ് ഇല്ല. നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ. എന്തിനും കൂടെ ഞങ്ങളുണ്ടടി. ദേവുവും ആദിയും അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പെട്ടെന്ന് രണ്ടും അവളെ വിട്ടുമാറി. കല്ലു കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി. രണ്ടും അവളുടെ പുറകിലേക്ക് അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ട്. എന്താടി? കല്ലു രണ്ടിനെയും നോക്കി ചോദിച്ചു. അവർ രണ്ടും പിറകിലേക്ക് കണ്ണു കാണിച്ചു. കല്ലു തിരിഞ്ഞു നോക്കി. അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ലല്ലുവിനെ കണ്ട് കല്ലുവിന്റെ മുഖം വിടർന്നു. അവൻ അവരുടെ മുന്നിലെത്തി അവളെ ഒരു നിമിഷം നോക്കി നിന്നു. എന്താ ഇവിടെ? അവന്റെ നോട്ടം കണ്ട് കല്ലു ചോദിച്ചു. ഞാൻ നിന്നെ കാണാൻ വന്നതാ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങായി പിള്ളേരുണ്ട്.
പോരാത്തതിന് അവൻ ഒഫീഷ്യൽ ഡ്രസ്സിൽ കൂടെ ആയതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നെയോ? ഞാൻ വീട്ടിലേക്ക് വരുമല്ലോ വൈകുന്നേരം. പിന്നെന്താ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? കല്ലു അവൻ്റെ വരവിൽ ആകെ ഞെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾ ചെറിയ ടെൻഷനോടെയാണ് ഓരോന്ന് ചോദിക്കുന്നത്. അവളുടെ ചോദ്യം കേട്ട് ലല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മൂന്നും അവൻ്റെ ചിരിയുടെ അർത്ഥം മനസ്സിലാകാതെ അവനെ നോക്കി നിൽപ്പാണ്. ഉണ്ട്, വളരെ അത്യാവശ്യമാണ്, അവൻ ചിരിയോടെ പറഞ്ഞു. കല്ലു ആണെങ്കിൽ എന്താ അവൻ പറയാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലും. പെട്ടെന്ന് ലല്ലു കല്ലുവിനെ വലിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു മുറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. കല്ലു ഒന്ന് വിറച്ചുപോയി. താങ്ക് യു, ഒരിക്കൽ കൂടെ ചുംബിച്ചുകൊണ്ട് ലല്ലു പറഞ്ഞു. പിന്നെ അവളിൽ നിന്ന് അകന്നു. അവളുടെ മുഖം കണ്ട് അവന് ശരിക്കും ചിരി വന്നുപോയി. അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയറി മിൽക്ക് എടുത്ത് അവൾക്ക് നൽകി. ബായ്, വൈകുന്നേരം കാണാം. ലല്ലു അതും പറഞ്ഞു പോയി. അങ്ങിങ്ങായി നിന്ന പിള്ളേരൊക്കെ വാ പൊളിച്ച് നിൽപ്പുണ്ട്, കൂട്ടത്തിൽ ഈ മൂന്നും. ഡി, ഇപ്പൊ എന്താ ഉണ്ടായേ? ഇതുവരെ അസുരനായിരുന്ന മനുഷ്യൻ ഇപ്പോ ദേവനായി പോണു. എന്താ കഥ? ആദി പറഞ്ഞു. ഡി കോപ്പേ, എന്താ സംഭവം? എന്തിനാ അങ്ങേര് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മിച്ചിട്ട് പോയത്? വീട്ടിൽ വെച്ചും ഇതുപോലെയാണോ? കല്ലുവിൻ്റെ കയ്യിലിട്ട് പൊട്ടിക്കൊണ്ട് ദേവ് ചോദിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ. പിന്നെ താങ്ക്സ് പറഞ്ഞു, അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. കല്ലു പറഞ്ഞു. നീ എന്തായാലും വീട്ടിൽ പോയി കാര്യം എന്താണെന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് ബാക്കി നോക്കാം. പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. മൂന്നും ക്ലാസ്സിലേക്ക് പോയി. അന്ന് വൈകുന്നേരം വരെ കല്ലു ഏതാണ്ട് കിളി പോയ കണക്കേ ആയിരുന്നു. ലല്ലു അന്നത്തെ ദിവസം ഒരുപാട് ഹാപ്പിയായിരുന്നു. അവൻ എല്ലാവരോടും സ്നേഹത്തിൽ തന്നെയായിരുന്നു അന്നത്തെ ദിവസം. വൈകുന്നേരം കല്ലുവിനെ കൂട്ടാൻ ലല്ലു വരുമ്പോൾ അവൾ അവനെ കാത്തെന്ന പോലെ നിൽപ്പുണ്ട്. ലല്ലുവിൻ്റെ കാർ വന്നതും ആദിയും ദേവും യാത്ര പറഞ്ഞു പോയി. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലല്ലു കല്ലുവിനെ നോക്കുന്നുണ്ട്. കല്ലുവും ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ട്. അവൻ്റെ ചുണ്ടിൽ പതിവില്ലാത്ത ഒരു പുഞ്ചിരിയുമുണ്ട്. അതുകൂടെ ആയപ്പോൾ കല്ലുവിന് എന്തോ പോലെ തോന്നി. വീടെത്തുന്നത് വരെ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പക്ഷേ കണ്ണുകൾ തമ്മിൽ കഥകളി ഉണ്ടായിരുന്നു. വീടെത്തിയതും കല്ലു വേഗം ഇറങ്ങി. ലല്ലു അവളുടെ കയ്യിൽ പെട്ടെന്ന് പിടിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ. എന്താ? അവൾ സംശയത്തിൽ അവനെ നോക്കി ചോദിച്ചു. അകത്ത് എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. തൽക്കാലം നീ അവരോട് ഒന്നും ചോദിക്കാൻ പോകണ്ട. ഞാൻ റൂമിൽ വന്നിട്ട് എല്ലാം പറഞ്ഞു തരാം. നിനക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ലല്ലു പറഞ്ഞു കഴിഞ്ഞതും കല്ലു ശരിയെന്ന പോലെ തലയനക്കി അകത്തേക്ക് പോയി. അപ്പോഴേക്കും പീറ്റർ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. കല്ലു അകത്ത് കയറിയപ്പോൾ എല്ലാവരും നിശബ്ദരാണ്. അവളെ കണ്ടിട്ടും ആരും ഒന്നും ചോദിച്ചില്ല. മാളു അവളുടെ ഒപ്പം മുകളിലേക്ക് പോയി. എന്തായി പീറ്ററെ? അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ വന്നു നിന്ന് ലല്ലു ചോദിച്ചു. രണ്ടുപേരും ഒരുപാട് അലറി വിളിച്ചും വെള്ളം ചോദിച്ചും അലോക് അവൻ്റെ വസ്ത്രങ്ങൾ ചോദിക്കുന്നു. ലല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കേൾക്കെ അവൻ അതേ ചിരിയോടെ അകത്തേക്ക് കയറി. അതിനുള്ളിൽ പച്ച മാംസം വെന്ത ഒരു ഗന്ധം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കണ്ണൊക്കെ തടിച്ചു വീർത്ത് കൈയും മുഖവുമൊക്കെ ചോര പൊടിഞ്ഞ് വെറും നിലത്ത് കിടന്ന് ഞരങ്ങുന്ന സച്ചിയെ കണ്ട് ലല്ലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ അലോകിനെ നോക്കി. അവൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അവന് അനക്കമൊന്നുമില്ല. ലല്ലു രണ്ടുപേരെയും നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ പീറ്ററും. ഇനി വെള്ളം ചോദിച്ചാൽ ആ മുളക് പൊടി വാരി വിതറി കൊടുക്കണം രണ്ടിനും. കിടന്നു നരകിച്ച് ചാവട്ടെ. എല്ലിനും കഷ്ണം പോലും പുറത്തു പോകില്ല. ലല്ലു അത് പറഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോയി. രാവിലെ ദേവ ഓഫീസിൽ പോകുമ്പോൾ രുക്കുവിനോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചു യാത്ര പറഞ്ഞാണ് പോയത്. അവൻ തന്നെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞതിൽ തന്നെ രുക്കു ഹാപ്പിയാണ്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചിരിയോടെ നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് കോൾ വന്നത്. ഹലോ രുക്കു, എന്താണ് തരുണി, നമ്മളെയൊന്നും വേണ്ടേ? അതോ ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞോ? മറുഭാഗത്തുനിന്ന് ചിരിയോടെ അവൻ്റെ ശബ്ദം അവളുടെ കാതിലെത്തി. ഏയ്, അങ്ങനെ മറക്കോ? അങ്ങനെ മറക്കാൻ പറ്റുമോ നിങ്ങളെ? ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അതിന് കാരണം നിങ്ങളല്ലേ. പിന്നെ ഇവിടെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. അതാ വിളിക്കാൻ പറ്റാത്തത്, രുക്കു പറഞ്ഞു. എനിക്ക് തോന്നി. അല്ല, ദേവ എന്തു പറയുന്നു? അവൻ വിശ്വസിച്ചോ അത് അവൻ്റെ കുഞ്ഞാണെന്ന്? അയാൾ ചിരിയോടെ ചോദിച്ചു. വിശ്വസിച്ചു. ദേവേട്ടൻ കരുതുന്നത് അന്ന് എന്തോ അബദ്ധം പറ്റിയെന്നാണ്. പക്ഷേ നമുക്കല്ലേ അറിയൂ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ദേവേട്ടനല്ലെന്നും 2 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇതിനെ അബോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ ദേവേട്ടൻ്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞിനെ പ്രസവിക്കും. രുക്കു ചിരിയോടെ പറഞ്ഞു തിരിഞ്ഞതും വാതുക്കൽ ഇതെല്ലാം കേട്ട് ഞെട്ടി കണ്ണും നിറച്ച് ദേഷ്യം കൊണ്ട് നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ നിലം പതിച്ചു. ഹലോ തരുണി, മറുപുറത്ത് അവൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു.